ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 41 സങ്കീർത്തനം 11 വാക്യം. എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്കെന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പിന്തുണ ശത്രുക്കളെ വിജയം നേടുന്നതിൽ നിന്ന് തടയുന്നു. ഇത് ദൈവിക സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും അനുഭവം വ്യക്തമാക്കുന്നു. ദൈവം നീതിമാന്മാരെ സംരക്ഷിക്കുന്നു. ശത്രുക്കളിൽ നിന്നുള്ള ഗൂഢാലോചനകളെയും ദ്രോഹങ്ങളെയും വഞ്ചകരായ സുഹൃത്തുക്കളിൽ നിന്നുള്ള എതിർപ്പുകളെയും അവൻ തടയുന്നു. ദൈവത്തിൻ്റെ അനന്തരമായ സ്നേഹത്തിൽ ദാവീദ് ആശ്വാസം കണ്ടെത്തുന്നു. ഈ വാക്യം നമ്മെ 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രീതി നമ്മുടെ സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ല. ദൈവം തൻ്റെ നിലനിർത്തൽ ശക്തിയിലൂടെ തൻ്റെ പ്രീതി തെളിയിക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം അവൻ്റെ സാന്നിധ്യത്തിൻ്റെ തെളിവായി തീരുന്നു. പലപ്പോഴും നാം കരുതുന്നത് ദൈവത്തിൻ്റെ പ്രീതി പ്രശ്നരഹിതമായ ജീവിതമാണെന്നാണ്. എന്നാൽ ബൈബിൾ പരമായ പ്രീതി എന്നത് കഷ്ടതയുടെ അഭാവമല്ല, കഷ്ടതയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ വാക്യം ദാവീദിൻ്റെ ശക്തിയിലുള്ള പ്രശംസയല്ല, അത് ദൈവത്തിൻ്റെ വിശ്വസ്തയിലുള്ള ഒരു പ്രശംസയാണ്. പ്രിയ സ്നേഹിതരെ, നമുക്കും ദാവീദിനെ പോലെ പറയാം, ഞാൻ മുറിവേറ്റു, പരാജയപ്പെട്ടില്ല. ഞാൻ ആക്രമിക്കപ്പെട്ടു, പക്ഷേ കീഴടക്കപ്പെട്ടില്ല. ഞാൻ കുലുങ്ങി, എന്നാൽ നശിപ്പിക്കപ്പെട്ടില്ല. കാരണം ദൈവസാന്നിധ്യം എൻ്റെ സംരക്ഷണത്തിനായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, ദിനവും നിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.